ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ടാസ്ക് ഏറ്റെടുക്കുകയാണ്. നമ്മൾ 3 പേരും കൂടി, ഞാനും ചേട്ടായും കുഞ്ഞാവയും കൂടി പുതിയൊരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന്. നമ്മുടെ മുറ്റമൊക്കെ കിടക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ 5 മാസത്തോളമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 5 മാസമായിട്ട് നമ്മൾ നാട്ടിലായിരുന്നു മറ്റേണിറ്റി ലീവിൻ്റെ സമയത്ത്. അപ്പോഴത്തേക്കും ഫ്രണ്ട് മൊത്തം കാട് പിടിച്ചു. ഫ്രണ്ട് മാത്രമല്ല ബാക്കും ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതാ നമ്മുടെ ബാക്ക് ഡോറ്. വാവ്, ഇത് കണ്ടോ? മൊത്തം കുളം തോണ്ടി കിടക്കുകയാണ്, കാടൊക്കെ പിടിച്ച്. ഇത് നമ്മുടെ വേസ്റ്റ് ബിന്നാണേ. ഇത് സാധാരണ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പം നാട്ടിലേക്ക് പോയ സമയത്തെടുത്ത് സേഫായിട്ടിരിക്കാൻ വേണ്ടി അകത്ത് ബാക്ക് ഡോറിൻ്റെ അകത്ത് ബാക്ക് യാർഡിൽ കയറ്റി വെച്ചതാണ്. ഇതുകൊണ്ട് മൊത്തം ചുക്കിലിയൊക്കെ പിടിച്ച്. നമ്മുടെ ക്യാമറ അടിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്തതാണ്. കണ്ടോ കിടക്കുന്നത്? അതുപോലെ നമുക്കിവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാസേജാണ്, അതിൻ്റെ അപ്പുറത്തും ഒരു ഡോറുണ്ട്. അത് നമ്മുടെ ഗാർഡനാണ്. ഞാൻ കാണിക്കാം, തുറക്കട്ടെ. ഇത് കണ്ടോ, നമ്മുടെ ബാക്ക് യാർഡിൽ കൊണ്ടുപോയി വേസ്റ്റ് എല്ലാവരും തട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാൾ ഇവിടെ ഇല്ലാഞ്ഞപ്പോഴത്തേക്കിന്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. മൊത്തം കാട് കയറി കിടക്കുക. ഇനി ഇതെല്ലാം ഒരു ക്ലീൻ ചെയ്തെടുക്കണം. വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇതുണ്ട്, വലിയ 3 മരമുണ്ട്. നല്ല ഭംഗി, നല്ല തണലും അതിന്. അങ്ങനെ നമ്മുടെ ഭാർഗവി ഇന്നലെ നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ചുക്കിലിയാണ് ഇവിടെ എല്ലാം. ഇങ്ങോട്ട് കയറാൻ പോലും വയ്യ. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് എൻ്റെ ദേഹത്തും തലയിലും എല്ലാം ചുക്കിലിയായി. ആ ഡോറൊന്നും തുറക്കാൻ വയ്യായിരുന്നു. എല്ലാം ഞാൻ തൂത്ത് മാറ്റി വെച്ചിട്ടാണ് ഡോറ് തുറന്നത്. ഇവിടുത്തെ കാടെല്ലാം കുറേയൊക്കെ ഞാൻ പറിച്ച്. എന്നാലും ശകലം കുറ്റിയൊക്കെ നിൽപ്പുണ്ട്, നമുക്ക് പിന്നെ ശരിയാക്കാം. ഇവിടെ ഇത്രമാത്രം എട്ടുകാലി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇത്തവണ മനസ്സിലായത്. മതി. നമ്മുടെ ഗാർഡനർ പുറയിലത്തെ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ടൂൾസ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താകുമോ എന്തോ. കഴിഞ്ഞ കൊല്ലം വെട്ടിയത്, അതിനുശേഷം വെട്ടിയിട്ടില്ല. സാധാരണ നമ്മൾ സമ്മറിലാണ് ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടുന്നത്. ഇത്തവണ നമ്മൾ നാട്ടിലായിരുന്നല്ലോ. ഇപ്പം മൊത്തം കുറേയെല്ലാം ഉണങ്ങി കിടക്കുവാണ്. എന്നാലും ഒന്ന് ക്ലീൻ ആവണമെന്ന് വരികയില്ല, അത് വെട്ടിക്കളഞ്ഞാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് എന്തായാലും ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ബാക്കിലത്തെ ഗാർഡനും കൂടി പുല്ലൊക്കെ വെട്ടി ഒന്ന് സെറ്റാക്കിയേക്കാന്ന്. ഷൂവും ഗ്ലൗസും ഗൂഗിൾസും ഒക്കെ വെച്ച് ഗാർഡനർ സെറ്റാവുകയാണേ. ഞങ്ങൾ മെഷീൻ ട്രൈ ചെയ്തത് മുകളിൽ കൊണ്ടുവച്ചാണ് ഒന്ന് സെറ്റ് ചെയ്തത്. കുഞ്ഞാവ താഴെ കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ അത് ഓണാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒച്ച കേട്ട് താരം എഴുന്നേറ്റ് ഇരിക്കുകയാണ് ഇപ്പോൾ, എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാനായിട്ട്. എന്ത് ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ ഗാർഡൻ്റെ. മൊത്തം കാട് കയറി. ഇനി
ഇതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം തട്ടിയേക്കുന്നതൊക്കെ ഇടയ്ക്കൂടെ എല്ലാം വേസ്റ്റ് ഉണ്ട്, അതെല്ലാം പെറുക്കി ഇടയ്ക്ക് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇച്ചിരി പാലൊക്കെ കുടിച്ച് ഒന്ന് കുഞ്ഞിക്കളിയൊക്കെ കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ കുറച്ച് പിള്ളേരുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം കുഞ്ഞാവയായിട്ട് അവർ കമ്പനി ആയിരുന്നു. ഇന്ന് ഞങ്ങളിവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞാവയെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ കയറി പോന്നപ്പോഴത്തേക്കിനും ക്യാമറയൊക്കെ ആയിട്ട് കുഞ്ഞാവയുടെ ഫോട്ടോ എടുക്കാൻ വന്നെന്ന് പറഞ്ഞു. ഇനി ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞാവയായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ചേട്ടായി ഓൾമോസ്റ്റ് പുല്ലൊക്കെ വെട്ടി തീരുവാണ്. ഇനി ശകലമൊക്കെ ഉള്ളൂ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് കൂടെ ചെയ്തേച്ചാൽ മതി. എന്നാൽ നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇത് നമ്മുടെ കിച്ചൻ്റെ സൈഡാണ്. ഇത് നമ്മുടെ കിച്ചൺ സൈഡിൽ നിന്നും ബാക്കിലത്തെ ഗാർഡൻ്റെ അങ്ങോട്ടുമുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാസേജാണ്. ഇവിടെയാണ് ആ വേസ്റ്റ് മൊത്തം കൂടെ കൂട്ടിയിട്ടിരുന്നത്. അപ്പം നമ്മുടെ ഭാഗം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോക്ക് എടുക്കണം, ഇത് എപ്പോഴും ലോക്കായി പോകും. ഇവിടെ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റോസയൊക്കെ ഇനി ഒന്നുകൂടെ വെട്ടിക്കളയണം, അല്ലെങ്കിൽ കുഞ്ഞാവയുടെ കയ്യിൽ മുള്ളൊക്കെ കൊള്ളിയല്ലേ. ആ മെഷീൻ വെച്ച് കട്ട് ചെയ്യാവുന്നത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കത്തിയെടുത്ത് വെട്ടിക്കളയണം. പുല്ലൊക്കെ മാക്സിമം നമ്മൾ അരിഞ്ഞിട്ടേക്കുവാണ്. അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് ഉണങ്ങിപ്പൊക്കോളും. അതല്ലെങ്കിൽ നമുക്ക് ഗാർഡൻ വേസ്റ്റിൻ്റെ അകത്ത് എടുത്തിട്ട് കളയുകയും ചെയ്യാം. ഇപ്പം വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത് ഉണങ്ങിപ്പൊക്കോളും. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം. അന്നേരം പിന്നെ കുഞ്ഞാവയ്ക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞാവ അവിടെ പതുക്കെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. സീ യു ഇൻ അനദർ വീഡിയോ.